ദൈവം എന്നെ പ്രേരിപ്പിച്ചിട്ട് വെച്ചാൽ അത് ഞാൻ വിവരിക്കാം നിങ്ങളോട്. ഓർത്തഡോക്സ് സെമിനാരിയിൽ വളരെ പേരുകേട്ട ഒരു ബിഷപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്നായിരുന്നു. അദ്ദേഹം 20 വർഷക്കാലം ഓർത്തഡോക്സ് സഭയുടെ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പാളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ അവിടെ നിന്നിറങ്ങിയ ആൾക്കാർ എല്ലാം, ദുഃഖത്തോടു കൂടി ഞാൻ പറയട്ടെ, എല്ലാം കാട്ടുമുന്തിരിക്കായിരുന്നു. ഒരെണ്ണം പോലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒന്നും പ്രാപിച്ചിട്ടില്ല. അവരഭിഷിക്തരാണെന്ന് അവർ പറയുന്നു. പക്ഷേ ഒരു പൂച്ചക്കുഞ്ഞിന് പനി വന്നിട്ട് അതിനെ മാറ്റാൻ പോലും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവരാരും ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരായിരുന്നില്ല. 2 പേര് ഒരു കസേരയിൽ ഇരുത്തി യോഗ്യൻ എന്ന് പറഞ്ഞാൽ യോഗ്യനാകുമോ? അങ്ങനെ ഒരുപാട് ബിഷപ്പന്മാരെ വാർത്തിറക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹം പഠിപ്പിച്ചത് മുഴുവൻ സർവാബദ്ധം. 3 PhD ഉണ്ട്. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന് പറയുന്നതിനെതിരായിട്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തോട് നേരിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ബിബ്ലിക്കൽ നോളജ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞിരുന്നാൽ ഞാൻ ഭ്രാന്തനാണെന്ന് നിങ്ങളെല്ലാവരും പറയും. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ എക്സാമ്പിൾ തരാം. പൗരസ്ത്യ ക്രൈസ്തവ ദർശനം എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഇദ്ദേഹം ഒരു ബുക്ക് എഴുതി. ആ ബുക്കിനകത്ത് അദ്ദേഹം എഴുതിയേക്കാണ്, ബൈബിൾ എന്ന് പറഞ്ഞിരുന്നാൽ ട്രാഷ്. അതിനകത്ത് എന്തുണ്ട്? സഭയാണ് എല്ലാത്തിൻ്റെ ആധാരം. ബൈബിൾ ഒന്നിൻ്റെ ആധാരമല്ല. ബൈബിളിന് ഒരു മാൻസ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ കുത്തിവരച്ചുണ്ടാക്കിയ സാധനമാണ്. അത് തന്നെയല്ല, 2 തരത്തിലുള്ള തെറ്റുകൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹം പറയുവാണ്, എന്താ, സൂര്യനെ ഉണ്ടാക്കിയത് 3-ാമത്തെ ദിവസം. അങ്ങനെയാണെങ്കിൽ 2 ദിവസം 24 മണിക്കൂർ ദൈവം സൃഷ്ടാവ് കണക്കാക്കിയത് എങ്ങനെ? അപ്പോഴെനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തെ പിശാച് വശീകരിച്ചു. സൃഷ്ടാവിന് പറ്റിയ അബദ്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹം പഠിപ്പിച്ചവരും ആൾക്കാർ, ലോകത്തുള്ള സകലരും അങ്ങ് എഗ്രി ചെയ്തു. അയ്യോ, ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി കണ്ടോ, ദൈവത്തെക്കാൾ ബുദ്ധിയുള്ളവൻ. എന്നാൽ ഒരു സാധാരണ മനുഷ്യനായ ഞാൻ നോക്കിയപ്പം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം പേജിൽ എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവം പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പ്രകാശത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രിയെന്നും പേരിട്ടു. ഇത് 1-ാം അധ്യായത്തിൽ 1-ാമത്തെ പേജിൽ എഴുതിയേക്കുന്നതാണ്. ഇയാൾ പറയാം 3-ാമത്തെ പേജിലാണെന്ന്. 3-ാമത്തെ ചാപ്റ്ററിലാണെന്ന് പറയുമ്പോൾ ഞാൻ പോയി നോക്കുക, 3-ാമത്തെ അല്ല, 2-ാമത്തേനകത്താണ്. എന്തോ എഴുതിയേക്കുന്നത് അറിയാവോ? സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണം എഴുതിയിരിക്കുന്നതാണ് 2-ാമത്തെ ചാപ്റ്റർ. അവിടെ എഴുതിയിട്ടുണ്ട് സൂര്യൻ്റെ കാര്യവും ചന്ദ്രൻ്റെ കാര്യവും എല്ലാം വിവരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞത് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് മനസ്സിലായി? ഇദ്ദേഹത്തെ ദൈവം കാണിച്ചില്ല. അഹങ്കാരി, നീ കാണണ്ട എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ കാണിച്ചില്ല. അതുപോലെ തന്നെ ഒരു മാൻസ്ക്രിപ്റ്റ് പോലും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് ആ ചാപ്റ്ററിൽ തന്നെ
പറയാണ് റഷ്യയിൽ ഒരു മാൻസ്ക്രിപ്റ്റ് ഇരിപ്പുണ്ടെന്ന്. നോക്കിക്കോണം, വേദപുസ്തകത്തെക്കുറിച്ച് പറയാവുന്ന കള്ളമെല്ലാം പറഞ്ഞിരിക്കുന്നു, വിവരിക്കാൻ ഇടവില്ല. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇദ്ദേഹത്തെ എനിക്ക് വളരെ വെറുപ്പുണ്ടായിട്ട് ഞാൻ ഇയാളുടെ പല കാര്യങ്ങൾ എഴുതി. എന്നിട്ട് പബ്ലിഷ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം മരിച്ചുപോയി. ഉടനെ ഞാൻ അതെടുത്തൊരു ഏറ് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഒരു മനുഷ്യൻ ഒരു പുസ്തകം എൻ്റെ കൈ കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ ഇത് ഇംഗ്ലീഷിലാണ്, എനിക്ക് വലിയ പിടിയില്ല, ഇത് ഞാൻ സാറിനെ ഉദ്ദേശിച്ച് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. ആ പുസ്തകത്തിൻ്റെ പേര് ഹിസ് മാസ്റ്റേഴ്സ് പാത്ത്. അവിടെ നിൽക്കുന്ന ഫോട്ടോ പൗലോസ് മാർ ഗ്രിഗോറിയോസ്. അവിടെ ഒരു ശിഷ്യൻ നിൽപ്പുണ്ട്. ആ ശിഷ്യനാണ് ഇതെഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം ഞാൻ കൈ വാങ്ങിച്ചപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്ലീസ്, പുസ്തകം ഞാൻ കൈ വാങ്ങിച്ച് ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, 3 സെക്കൻഡിനകം നീ ഒരു വേദവിപരീതം വായിക്കുമെന്ന്. അയ്യോ, 3 സെക്കൻഡിനകം എങ്ങനെയാണ് ഒരു വേദവിപരീതം വായിക്കാൻ ഒക്കുന്നത്? പക്ഷെ കൽപ്പിച്ചത് പരിശുദ്ധാത്മാവല്ലയോ. ഞാൻ ആ ബുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തപ്പോൾ വായിച്ച എന്താണെന്നറിയാവോ? പൗലോസ് ഗ്രിഗോറിയോസ് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനികളെ സകലരെയും വിഡ്ഢികളാക്കുന്ന ഒരു പൗലോസ് ഗ്രിഗോറിയോസ് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഉടനെ ഞാൻ ആ പുസ്തകം മടക്കി, ആ എറിഞ്ഞു കളഞ്ഞ താളുകളെല്ലാം എടുത്തുകൊണ്ട് വന്നു, ഒന്ന് കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനത് OM ബുക്സിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേരാണ് ഡയബോളിക് ടൂൾ. ഞാൻ ഇതെല്ലാ തിരുമേനിമാർക്കും വലിയ പഠിച്ചവരെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. ഇത് ഡയബോളിക് ടൂൾ എന്ന് പറഞ്ഞാൽ പൈശാചിക ഉപകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനകത്ത് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന പാപങ്ങൾ കേട്ടാൽ നിങ്ങൾ ഓടും. ഇദ്ദേഹം വക്രത നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന് PhD കിട്ടാൻ യാതൊരു യോഗ്യതയില്ലായിരുന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനെ സമീപിച്ചു. അദ്ദേഹം നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരാളാണ്, ഡോക്ടർ VC സാമുവൽ എന്ന് പറയും. വളരെ നല്ല ഒരു മതപണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, അത് പൗലോസേ, ഇതിനകത്ത് സബ്സ്റ്റൻസ് ഒന്നുമില്ല, പിന്നെ എങ്ങനെ PhDക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യും, 2-3 ആർട്ടിക്കിൾ കൂടെ എഴുത്. അപ്പോൾ പറഞ്ഞു, എന്നാൽ എന്നെ അച്ഛനൊന്ന് സഹായിക്ക്. അച്ഛനും കൂടെ സഹായിച്ച് എല്ലാം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആരും ഇത് വാങ്ങിക്കുന്നില്ല. ഈ പേപ്പർ സർട്ടിഫൈ ചെയ്യണമെങ്കിൽ PhD ഉള്ള ഒരാൾ നോക്കണ്ടായോ? ആർക്കും വേണ്ട. ഈ അച്ഛൻ നിന്ന് ഒരു ബ്രിട്ടീഷുകാരൻ, ഒരു പ്രീസ്റ്റ്, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. ഇദ്ദേഹം പറഞ്ഞാൽ എന്ത് കേൾക്കും പറഞ്ഞ് ഒരു തരത്തി മേടിച്ച് കൊടുത്തതാണ് ഈ ആദ്യത്തെ PhD. പിന്നത്തേതെല്ലാം ഓരോ യൂണിവേഴ്സിറ്റീസ് അങ്ങനെ കൊടുക്കുമല്ലോ. നമ്മുടെ ഒത്തിരി പേർക്ക്, സിനിമ നടന്മാർക്ക് എല്ലാവർക്കും കൊടുക്കത്തില്ലയോ? ആ കൂട്ടത്തിൽ കിട്ടിയ 2 എണ്ണം. എന്നിട്ട് ഈ മനുഷ്യൻ നമ്മുടെ സഭയ്ക്ക്, ക്രിസ്ത്യാനി സമൂഹത്തിന് മുഴുവനും ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട്. അതിൽ പ്രധാനവും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ, അപ്പോക്രിഫ ആൻഡ് സൂഡപ്പിഗ്രാഫിയ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറഞ്ഞതിനകത്ത് നിന്നും കോപ്പി അടിച്ചതാണ് കോസ്മിക് മാൻ എന്ന് പറഞ്ഞ പുസ്തകം. വെർബാറ്റം കോപ്പി അടിച്ചതാണ്. അത് തലയെ വെച്ചുകൊണ്ട് നടത്തി ഇദ്ദേഹത്തിന് എല്ലാവരും അങ്ങ് പുകഴ്ത്തി എന്ത് പറ്റിയെന്നറിയാവോ?
ദൈവത്തിൻ്റെ ഒരു പണിയുണ്ട്. ദൈവത്തെ ഒരുപാട് അങ്ങ് ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗകര്യമുള്ളപ്പം നിങ്ങൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ച് നോക്കണം. എന്താണെന്നറിയോ? ദൈവത്തെ ഒരുപാട് പാര വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം അവരെ പിശാചിന് ഹാൻഡ് ഓവർ ചെയ്യും. ആര്? ഈ പാര വെക്കുന്നവന്മാരെ പിശാചിന് ഹാൻഡ് ഓവർ ചെയ്യും. നമ്മുടെ പൗലോസപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, കർത്താവിൻ്റെ നാളിൽ ഇവൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കേണ്ടതിന് ജഡസംഹാരത്തിനായി അവനെ സാത്താനെ ഏൽപ്പിക്കുക. ആരാ പറഞ്ഞിരിക്കുന്നത്? പൗലോസപ്പോസ്തലൻ. ഈ മനുഷ്യനെ അതുപോലെ ജഡസംഹാരത്തിന് ഏൽപ്പിച്ചു. വലിയ പ്രഗത്ഭന്മാരായ ഡോക്ടറുള്ള ജർമ്മനിയിൽ തളർന്നു വീണു. എന്തിനാ? അത് ദൈവത്തിന് പ്രീതികരമല്ലാത്തത് നിങ്ങളും ഞാനും ചെയ്താൽ എപ്പോഴും ദൈവം ക്ഷമിക്കത്തില്ല. ചിലപ്പോൾ ദൈവം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് എല്ലാം കൂടെ എൻ്റെ തലയിൽ കയറി എനിക്കൊരു ജാതി സഹിക്കാൻ വയ്യാത്ത ദുഃഖവും എല്ലാം കൂടെ ഉണ്ടായിട്ട് ഞാൻ എഴുതിയതാണ് ഡയബോളിക് ടൂൾ. ഈ ഡയബോളിക് ടൂളിൽ ഇദ്ദേഹം ഒരു പിശാചാണ് എന്ന് കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെൻമാർക്കിലുള്ള ആനി എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഈ മനുഷ്യനെ വിളിക്കും. ഇപ്പോഴും മരിച്ചിട്ടിപ്പോൾ 25 വർഷം കഴിഞ്ഞു. വിളിക്കുന്ന പറഞ്ഞ എന്താ ആനി, അത് പൗലോസേ ഇന്ന പോലെ ഇരിക്കുന്നല്ലോ, ഇന്ന കാര്യം. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ആരാണ് സംസാരിക്കുന്നത്? പിശാച്. 25 വർഷം കഴിഞ്ഞ് ഒരാളെ വിളിച്ച് സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ അത് പൈശാചിക പ്രവൃത്തിയാണെന്നുള്ളത് തെളിയിക്കാനായിട്ട് ഞാൻ എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അതിന് ആ പുസ്തകം എഴുതിയിരിക്കുന്ന ആരാന്നറിയാവോ? ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അദ്ദേഹം അത് വേരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഞാനത് പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ അപ്പച്ചൻ മരിച്ചുപോയി, നിങ്ങൾ വിളിച്ചാൽ അദ്ദേഹം വരുമോ? വരികയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, അദ്ദേഹം പിശാചിൻ്റെ പിടിയിലുള്ള ഒരാളാണ്. എന്നാൽ വേറെ ഒരു സഹോദരനുണ്ട്, അവൻ്റെ അപ്പച്ചനെ വിളിക്കുക, 10 ലക്ഷം വട്ടം വിളിച്ചാലും അദ്ദേഹത്തിന് വരാനൊക്കത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ ഒരു ദൈവവിശ്വാസിയായിരുന്നു. ദൈവവിശ്വാസിയായ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂട്ട് അയാളുടെ ശവം പള്ളിയകത്ത് കിടക്കും. എന്നാൽ അയാളുടെ ജീവനും ആത്മാവും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും. ക്രിസ്തുവിൽ മറഞ്ഞിരുന്നാൽ പിശാചിന് അവരെ ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പൗലോസ് ഗ്രിഗോറിയോസ് ഈസ് ബീയിങ് യൂസ്ഡ് ബൈ ഡോക്ടർ ആനി ഈവൻ ടുഡേ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ഹീ ഈസ് എ ഡെവിൾ. നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ആൾക്കാർ, ഇതിൻ്റെയൊക്കെ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയബോളിക് ടൂള് വായിച്ച് നോക്കാം. അതുമല്ലെങ്കിൽ A.V. തോമസ്, ബഥേൽ A.V. തോമസ് എന്ന് പറഞ്ഞ ഒരു ബ്ലോഗുണ്ട്. ആ ബ്ലോഗിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡയബോളിക് ടൂൾ ഇതുണ്ട്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നത്. എന്താണെന്നറിയോ? എൻ്റെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഒരുപാട് സഹായം അതായത് ദാവീദ് പറയുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് വേണ്ടി ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് സർവ്വജനങ്ങളും കാണുകെ എൻ്റെ നേർച്ചകളെ ഞാൻ കഴിക്കും. ഞാൻ അങ്ങനെ ഒരുപാട് കൃപ അനുഭവിച്ച ഒരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യുപകാരമായിട്ട് ഞാൻ എഴുതിയതാണ് ഈ ഡയബോളിക് ടൂൾ. ഇതിനകത്തെ ഓരോ വാക്കും ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റിഫൈ ചെയ്ത് തരാൻ എനിക്ക് കഴിയും. അതിനെല്ലാത്തിനും ഇത് കംപ്ലീറ്റ് ചെയ്ത്
പബ്ലിഷ് ചെയ്ത് എനിക്ക് OM ബുക്സാണ് പബ്ലിഷ് ചെയ്ത് അതിനിടയാക്കി തന്ന കർത്താവിന് സ്തോത്രം.